ഇപ്പൊ പോയാ ആരും കാണില്ല. അതെ, ഞാനൊന്ന് അടുക്കളയിൽ പോയി വരട്ടെ. ഇന്നലെ വാങ്ങി വെച്ച ബിരിയാണി ഫ്രിഡ്ജിലുണ്ട്. വേണ്ടല്ലേ? അപ്പൊ എനിക്ക് വിശക്കില്ലേ? വേണ്ട, കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വാ. കിട്ടിയവരുണ്ടോ? അനങ്ങിയോട് ഭൂമിയൊക്കെ കുലുങ്ങട്ടെ. അയ്യോ, എന്താ എന്തേലും മറന്നോ? അല്ലേ, ഇവിടെ എവിടെയോ നല്ല ഷവർമ്മ കിട്ടുന്ന. വേണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇനി എപ്പോ കഴിക്കും? അതെ ചേട്ടാ, റെയിൽവേ സ്റ്റേഷനിൽ പോവോ? ഒരു മിനിറ്റ്. അമ്മേ, ഇയാളായിരുന്നാ? പോയാ എന്താ ആരാ? പോയോ നോക്കട്ടെ. വന്നേ. എടാ ഗണേശ, നീ എന്താ പെട്ടിയും ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാണ്? അങ്ങനെയൊന്നുമില്ല, നന്നായിട്ടുണ്ട്. വെറുതെ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കല്യാണം കഴിച്ച് ഒളിച്ചോടി പോകുന്നത് ആദ്യമായിട്ടാണ്. ആ ഇരിക്കുന്നുണ്ടോ എൻ്റെ ഐരാവതം? അയ്യോ. പക്ഷെ ഗണേശ, ഈ പ്രായമായ അച്ഛനമ്മയൊക്കെ വിട്ടിട്ടേ നീ ഈ ട്രിപ്പ് പോകുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. മനോജ് ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വീട്ടുകാരെല്ലാം കൂടെ കെട്ടിപ്പറക്കി ടൂർ കൊണ്ടുപോകുന്ന പറയുന്ന ചില്ലറ പരിപാടിയല്ല. അതിൻ്റെ ചെലവ് പിന്നെ റിസ്ക് എന്തോരാന്നറിയോ? ഇവളെ ഒരാഴ്ച തീറ്റിപ്പോറ്റാൻ തന്നെ പേഴ്സണൽ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഭയങ്കര തീറ്റയാണല്ലോടെ. സഹിക്കൂല. എടാ, അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? ഏറ്റുമാനുള്ള BNB ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ടല്ലോ, നീ അവരെ കോൺടാക്ട് ചെയ്യേ. സോ ഈ സോളോ ട്രിപ്പ്, കപ്പിൾ ട്രിപ്പ്, ലേഡീസ് ട്രിപ്പ്, ഈ സ്ട്രേഞ്ചേഴ്സിനുള്ള ട്രിപ്പ്, പിന്നെ ഹണിമൂൺ ട്രിപ്പ് എല്ലാം അവരെടുത്തുണ്ട്. പിന്നെ ഈ ഫാമിലിയും കൊണ്ടുപോകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നീ അറിയണ്ട. ഇതിന് നല്ല ബഡ്ജറ്റ് ആവൂലേ? ഇവിടെ തന്നെ നിന്റെ പകുതി പോലും ആവില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം. നല്ലോ. നല്ല ഏരി. ഇവിടെ അടുത്ത് എവിടെ ഐസ്ക്രീം കിട്ടുക? അയ്യോ.